കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്. നമ്മുടെ ജെയിംസ് വിങ്സ് എന്ന ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 വർഷമൊക്കെ ആകാൻ പോകുവാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ആദ്യമേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെ ആദ്യം യൂട്യൂബ് സീരിയസ് ആയിട്ട് എടുത്തില്ല, വെറുതെ ഒന്ന് തുടങ്ങിയതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2024 ഡിസംബർ, ഈ 2025 ജനുവരി ആ ഒരു ടൈം മുതലൊക്കെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത്. മുടങ്ങാതെ വീഡിയോ ഇട്ട് തുടങ്ങിയത് അപ്പോഴൊക്കെയാണ്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് 8.something സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ ആയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നമ്മളെ പേഴ്സണലി അറിയാവുന്നവർ വളരെ കുറവാണ്. നമ്മളെ അറിയാതെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ആരെന്ന് കൂടി അറിയാതെ നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തുന്നുണ്ട്, നമുക്ക് വേണ്ടി കമന്റ്സ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇപ്പൊ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണും. നമ്മുടെ 10K സബ്സ്ക്രൈബേഴ്സിലോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 10K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു സബ്സ്ക്രൈബറിന് നമ്മൾ ഗിഫ്റ്റ് തരുന്നുണ്ട്. ഇപ്പൊ എന്തായാലും നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒരാൾക്കേ ഇപ്പൊ ഗിഫ്റ്റ് തരുന്നുള്ളൂ. നമ്മുടെ ചാനലിന്റെ ഗ്രാഫ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഗിഫ്റ്റുകളുടെ എണ്ണവും കൂടും. നമ്മൾ എന്ത് ഗിഫ്റ്റാണ് തരുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കായിരിക്കും ഗിഫ്റ്റ് കിട്ടുന്നത്, എന്ത് ഗിഫ്റ്റ് ആയിരിക്കും കിട്ടുന്നത്, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. എങ്ങനെയാണ് നമ്മൾ ആ സബ്സ്ക്രൈബറിനെ സെലക്ട് ചെയ്യുന്നത് എന്നെല്ലാം ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ട് വെറുതെ പോകാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ നിങ്ങൾക്കായിരിക്കും ആ ഗിഫ്റ്റ് കിട്ടുന്നത്. മറ്റൊരു വീഡിയോ കാണുന്നതുവരേക്കും ബൈ ഡിയേഴ്സ്.